ഹലോ, സയാറ്റിക്ക പെയിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന അവസ്ഥയാണ്. ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയില്ലേ, നട്ടല് തെന്നി പോവുക അല്ലെങ്കിൽ ഡിസ്ക് തെറ്റി പോവുക എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഡിസ്ക് എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നട്ടലിന്റെ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഷോക്ക് അബ്സോർബിംഗ് മെറ്റീരിയൽ ആണ് ഡിസ്ക് എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പം ഈ ഒരു ഡിസ്കിന് ഏതെങ്കിലും ഒരു ആഘാതം സംഭവിക്കുകയാണെന്ന് വെക്കാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി, അതായത് നമ്മൾ ബൈക്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, അപ്പൊ നമ്മൾ തെറിച്ച് വീണു, നട്ടൽ ഇടിച്ചിട്ടാണ് വീഴുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഈ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഈ ഒരു ഡിസ്ക് പുറത്തേക്ക് തെന്നി വരാനുള്ള സാധ്യത ഉണ്ട്, തെന്നി വരാം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ്, നല്ലൊരു ഹെവി വെയിറ്റ് എടുത്തു പൊന്തിക്കുകയാണ്, നട്ടലിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്, അപ്പോഴും ഈ നട്ടലിന്റെ ഇടയിലുള്ള ഡിസ്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. പ്രായാധിക്യം കൊണ്ട് ഇങ്ങനെ ഹെർണിയേറ്റഡ് ഡിസ്ക് കാണാറുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു ഡിസ്ക് പുറത്തേക്ക് തള്ളി വരുമ്പോൾ അത് നട്ടലിന്റെ ഏറ്റവും അടിവശത്തുള്ള ഡിസ്ക് ആണ് ഹെർണിയേറ്റഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സയാറ്റിക്ക നെർവ് ഞാൻ നേരത്തെ പറഞ്ഞു, നട്ടലിന്റെ ഏറ്റവും അടിവശത്ത് നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു സയാറ്റിക്ക നെർവിൽ തട്ടുകയും ആ സയാറ്റിക്ക നെർവിന് കംപ്രഷൻ ഉണ്ടാവുകയും ഇറിറ്റേഷൻ ഉണ്ടാവുകയും അങ്ങനെ സയാറ്റിക്ക പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റു കാരണങ്ങളും ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.